Please subscribe and click on the bell icon for more videos. നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ വിഷയം നമ്മുടെ കോൺട്രാക്ട് നോട്ടുകളിൽ കാണുന്ന എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് അത് ശരിക്കും എത്ര ശതമാനം വരെ എടുക്കാം, എത്ര ശതമാനമാണ് സാധാരണ എടുക്കുന്നത്, നമ്മൾ ഏതെങ്കിലും രീതിയിൽ വഞ്ചിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബ്രോക്കേഴ്സ് ഈ അഡീഷണൽ ചാർജസ് പറഞ്ഞു കേൾക്കാത്ത പല ചാർജസും കോൺട്രാക്ട് നോട്ട്സിൻ്റെ അകത്തും കോൺട്രാക്ട് നോട്ട്സിൽ അല്ലാതെയും ലെവി ചെയ്തിട്ട് അഡീഷണലായിട്ട് നിക്ഷേപകരെടുത്ത് എങ്ങനെയൊക്കെയാണ് പണം കൈക്കലാക്കുന്നത്, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് ചെറിയ ചെറിയ ബ്രോക്കേഴ്സൊക്കെയാണ്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ബ്രോക്കേഴ്സ് സാധാരണ കളക്ട് ചെയ്യാറ് ഒന്ന് ബ്രോക്കറേജ്, അടുത്തത് STT സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി, IGST, പിന്നെ ട്രാൻസാക്ഷൻ ചാർജസ്, സെബി ആണെങ്കിലും എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജസ്. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും എത്ര ശതമാനമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളൊരു കോൺട്രാക്ട് നോട്ടിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇത്രയൊക്കെ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ടാക്സ് വരുമോ എന്നുള്ളത്. അത് ഏകദേശം 56 രൂപയോളുണ്ടായിരുന്നു. അദ്ദേഹം ട്രേഡ് ചെയ്തത് ഏകദേശം 60,000 രൂപയുടെ അടുത്തോ മറ്റോ ആണ്. അത് ഏത് ബ്രോക്കറാണെന്ന് ഞാനിവിടെ പറയുന്നില്ല. എന്തായാലും അത് മുൻനിര ബ്രോക്കിംഗ് ഹൗസിൽ പെട്ടതൊന്നും അല്ല. പക്ഷേ അടുത്ത കാലങ്ങളായിട്ട് വളരെയധികം പോപ്പുലാരിറ്റി ആർജിച്ചു വരുന്നതും കുറേ ഫ്രീ ബീസും ഒക്കെ കൊടുക്കുന്ന ഒരു ബ്രോക്കിംഗ് ഹൗസാണ്. അപ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല, കാരണം അദ്ദേഹം അത് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട്. എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഒരു പ്രധാനപ്പെട്ട വരുമാനം തന്നെയാണ്. 2020 വരെ ഉണ്ടായിരുന്ന എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജസ് 2020 ഒരു സ്പെഷ്യൽ സർക്കുലർ വഴി NSE വർദ്ധിപ്പിച്ചു. ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട്സ് ഒരു സെപ്പറേറ്റ് ട്രസ്റ്റ് ആയിട്ടുണ്ടാക്കിയിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട്സിന് വേണ്ടിയിട്ടാണ് വർദ്ധിപ്പിച്ചത്. അപ്പോൾ വർധനവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ ആ വർധനവൊന്നും കാര്യമായിട്ട് നമുക്ക് തോന്നില്ല. ഒരു 20 പൈസയുടെ വർധനമൊക്കെ ഉള്ളൂ, 1,00,000-ന് 20 പൈസയുടെ വർധനവ്. അപ്പോൾ നമുക്ക് ഇത് എത്ര ശതമാനങ്ങളാണ് ഈ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആ സർക്കുലർ, NSEയുടെ സർക്കുലർ ഡിസംബർ 18, 2020 ഇറക്കിയതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിവൈസ് ചെയ്യുന്നത് ഈ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് ഒരു സെപ്പറേറ്റ് ട്രസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുവരെ നിലനിന്നിരുന്നതും റിവൈസ് ചെയ്തിട്ടുള്ള റേറ്റും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ക്യാഷ് മാർക്കറ്റിൽ, അതായത് ക്യാഷിലുള്ള ട്രേഡിന് ടോട്ടൽ ട്രേഡഡ് വാല്യൂ ഒരു മാസം 1,250 കോടി രൂപ വരെ ആണെങ്കിൽ 2020 ഡിസംബർ വരെ ഉണ്ടായിരുന്നു 3.25 രൂപയാണ് 1,00,000-ന്. അത് 3.45 രൂപയായി വർദ്ധിപ്പിച്ചു. ഇത് 1,00,000-ന് ആണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ ഏകദേശം ഈ ആദ്യത്തെ കാറ്റഗറിയിൽ തന്നെ വരുന്നവരാകാം. അതായത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജസ് കൊടുക്കുന്നത് 3.45 രൂപ. എങ്കിൽ പോലും 1,00,000-ന് 3.45 രൂപയേ ഉള്ളൂ കൊടുക്കേണ്ടതായിട്ട്. ഇനി അത് ഇക്വിറ്റി ഫ്യൂച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2,500 കോടി രൂപ വരെ 2 രൂപയാണ് കൊടുക്കേണ്ടത് 1,00,000 രൂപയ്ക്ക്. 2,500 മുതൽ 7,500 കോടി രൂപ വരെ 1.95 രൂപ. അതേപോലെ അങ്ങോട്ട് ഏറ്റവും കൂടിയിട്ട് 15,000 കോടി രൂപ ആണെങ്കിൽ 1.85 രൂപ. ഇനി ഇക്വിറ്റി ഓപ്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 കോടി രൂപ വരെയുള്ള പ്രീമിയം ആണെന്നുള്ള മനസ്സിലാക്കുക. പ്രീമിയം ആണെങ്കിൽ അതിന് 2,500 രൂപയാണ് 1,00,000-ന് നൽകേണ്ടത്. പിന്നെ 3 കോടി രൂപ മുതൽ 100 കോടി രൂപ വരെയാണെങ്കിൽ 53 രൂപ. കാരണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ചെറിയ അസറ്റ്സ് ഉള്ളവരെ മാറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ചില ബ്രോക്കേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം, ഈ ഇക്വിറ്റി ഓപ്ഷനിൽ പോലും ഇതിൻ്റെ അകത്ത് പ്രീമിയം വാല്യൂ എന്ന് പറയുന്നതിന് പകരം ചിലർ ചെയ്യുന്ന ഒരു കാര്യം അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ലോട്ട്സ് ആണ് ചിലരെടുക്കാറ്. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റിലയൻസിൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാമെന്നിരിക്കട്ടെ, 2,500-ൻ്റെ അതിൻ്റെ പ്രീമിയം 10 രൂപയാണെങ്കിൽ 2,500 + 10 2,510 ഇൻറ്റു അതിൻ്റെ ലോട്ട് സൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് ടേൺ ഓവറായി കണക്കാക്കി അതിൻ്റെ മുകളിൽ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് എടുക്കുന്ന ബ്രോക്കേഴ്സും ഉണ്ട്. അപ്പോൾ ഇത് കാണുന്നവരാരും വിചാരിക്കേണ്ട ഫ്ലാറ്റ് റേറ്റ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു ട്രാൻസാക്ഷന് 100 രൂപയുള്ള ട്രാൻസാക്ഷനും 3.25 രൂപ 1,00,000 രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കരുത്. പ്രപ്പോർഷണലായിട്ട് ആനുപാതികമായിട്ടേ എടുക്കുകയുള്ളൂ. ഉദാഹരണമായി നിങ്ങൾ 10,000 രൂപയുടെ ഒരു ഇക്വിറ്റി നിങ്ങൾ ക്യാഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നിരിക്കട്ടെ, അപ്പോൾ 3.25 രൂപയുടെ 10-1 32.5 പൈസയെ എടുക്കുകയുള്ളൂ. മിക്ക മുൻനിര ബ്രോക്കർമാരും ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒന്നും കാണിക്കാറില്ല. പക്ഷേ കുഞ്ഞു കുഞ്ഞു ബ്രോക്കേഴ്സ് ചിലപ്പം 10, 20, 50, 1 രൂപയൊക്കെ കൂട്ടിയൊക്കെ ഇട്ടേക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 രൂപയ്ക്ക് വരെ 53 രൂപ എടുക്കുന്ന പോലെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്തെന്നിരിക്കാം. കാരണം അവർ അപ്ഫ്രണ്ട് ആയിട്ട് ഏകദേശം 2-3 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്രോക്കറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്നു. ഓപ്പറേഷൻ കോസ്റ്റ് ഉൾപ്പെടെ ഏകദേശം 50 ലക്ഷം രൂപയോളം സെബിക്ക് സെക്യൂരിറ്റി ആയിട്ടൊക്കെ കൊടുക്കണം. അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്,
IT ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് സീറോ ബ്രോക്കറേജ് എന്ന് പറഞ്ഞ് ഓഫർ ചെയ്യുമ്പോൾ പലർക്കും നിലനിൽക്കാൻ കഴിയില്ല. അവിടെയാണ് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പുതിയ ഏതെങ്കിലും ബ്രോക്കറേജ് ഹൗസ് നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആയി, എല്ലാം സീറോ ആയി, അൽഗോ ട്രേഡിങ്ങിനുള്ള API ഉൾപ്പെടെ എല്ലാം ഫ്രീ ആയി തരുന്നു എന്ന് പറയുമ്പോൾ വിളമ്പുന്നവന് ഔചിത്യമില്ലെങ്കിലും ഉണ്ണുന്നവന് ഔചിത്യം വേണമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ തിരിച്ചു ചോദിക്കണം, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നിലനിൽക്കാൻ കഴിയും? കാരണം നമ്മളൊരു ബിസിനസ്സിൽ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അയാളുടെ നിലനിൽപ്പും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ്. അയാളുടെ റവന്യൂസിനെ കുറിച്ചും നമ്മൾ കൺവിൻസ്ഡ് ആയെങ്കിൽ മാത്രമേ ആ ബിസിനസ്സിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ പല ബ്ലേഡ് കമ്പനിക്കാരും വന്നിട്ട് നിങ്ങൾക്ക് 25%, 30% അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഇരട്ടിയാക്കി തരാം എന്നെല്ലാം പറഞ്ഞ് സമീപിച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇരിക്കും. കാരണം നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ ഒരു സസ്റ്റൈനബിൾ റിലേഷൻഷിപ്പ് വേണമെങ്കിൽ അയാളിൽ ലാഭത്തിലായിരിക്കണം. എങ്കിൽ മാത്രമേ അത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയൂ. കാരണം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം, ഈ വലിയ ഓഫർ കൊടുക്കുന്ന പല കുഞ്ഞു കുഞ്ഞു ബ്രോക്കേഴ്സിനും അവർക്ക് മറ്റൊരു സബ്സിഡിയറി ഒന്നും ഇല്ല. നമ്മൾ ഈ കാണുന്ന പോലെ വലിയ വലിയ ബ്രോക്കിംഗ് ഹൗസിനൊക്കെ അവർ പലപ്പോഴും വേറെ കുറേ ഓഫേഴ്സൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ സബ്സിഡിയറീസ് ഉണ്ട്. ഉദാഹരണമായിട്ട് ചില വലിയ ബ്രോക്കിംഗ് ഹൗസസ് അവർ ആൽഗോ ട്രേഡിംഗ് ഫ്രീ അല്ല, അതിന് വേറെ പൈസ എടുക്കുന്നുണ്ട്. അതൊരു റവന്യൂ ആണ്, കുറ്റം പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ PMS പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സെപ്പറേറ്റ് കമ്പനിയായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഇവരുടെ IT ഡിവിഷൻ വേറൊരു സെപ്പറേറ്റ് കമ്പനിയായിട്ട് റൺ ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ അത് വേറൊരു സെപ്പറേറ്റ് കമ്പനിയായിട്ട് റൺ ചെയ്യുന്നു. പിന്നെ ഓക്സിലറി ആയിട്ട് 7-8 ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ഇവരുടെ ക്ലയൻസ് കൂടെ പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷേ കുഞ്ഞു കുഞ്ഞു കമ്പനികളെ നോക്കിക്കഴിയുമ്പോൾ ഇതൊന്നുമില്ല, ആകെ ബ്രോക്കിംഗ് ബിസിനസ് മാത്രമേ ഉള്ളൂ. അതും ഡെലിവറി ഫ്രീ, ഓപ്ഷൻസ് 5-10 രൂപ. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ നിലനിൽക്കുന്നു? ചോദ്യം തന്നെയാണത്. അപ്പോൾ നിങ്ങൾ 5-10 രൂപയ്ക്ക് വേണ്ടിയിട്ട് ബ്രോക്കറേജ് ലാഭിക്കുമ്പോൾ നിങ്ങൾ കാണാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്ന പണത്തെക്കുറിച്ച് കൂടി നിങ്ങൾ കരുതലോടെ ഇരിക്കുക. ഇതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.